നമസ്കാരം. റോഡ് അപകടങ്ങൾ അനുദിനം വർദ്ധിക്കുന്നു. സുരക്ഷിതമായ റോഡ് മാനേജ്മെന്റോ സുരക്ഷിതമായ ദിശാ ബോർഡുകളോ സുരക്ഷിതമായ ഡ്രൈവിങ്ങോ അല്ലാത്തതാണ് അതിന് കാരണം. ഒരു അപകടത്തിലൂടെ നഷ്ടപ്പെടുന്നത് ഒരു കുടുംബത്തിന്റെ അത്താണിയായിരിക്കും, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരിക്കും. വാഹനാപകടങ്ങളിൽ പെടുന്നത് വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ അല്ലെങ്കിൽ ഓടിക്കുന്നവർ മാത്രമല്ല, വെറുതെ റോഡെ നടന്നു പോകുന്ന ആൾക്കാർ കൂടിയാണ്. നിരപരാധികളായ ആ ആളുകളും അപകടത്തിൽപ്പെടുന്നു. മദ്യപിച്ചുള്ള വാഹനമോടിക്കലും ലഹരി ഉപയോഗിച്ചുള്ള വാഹനമോടിക്കലും അശ്രദ്ധമായ വാഹനമോടിക്കലും അതുപോലെ തന്നെ അമിത വേഗതയുമൊക്കെ വാഹനാപകടങ്ങളുടെ നിരക്ക് കൂട്ടുന്നു. അതുപോലെ തന്നെയാണ് ശരിയായ ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ള അറിവില്ലായ്മ. ഒപ്പം റോഡിൽ അഹങ്കാരം കൂടിയാവുമ്പോൾ, ഞാൻ തന്നെ കേമനെന്നുള്ള ഭാവം കൂടിയാവുമ്പോൾ അപകടങ്ങൾ അനുദിനം വർദ്ധിക്കുന്നു. ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത് വൈകുന്നേരം 6 മണിക്കും 9 മണിക്കും ഇടയിലാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ലഹരി തന്നെയായിരിക്കാം, ലഹരി തന്നെയാണ്. മദ്യപിച്ചുള്ള വാഹനം ഓടിക്കൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് വൈകുന്നേരങ്ങളിലാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം വൈകുന്നേരങ്ങളിൽ വാഹനാപകട നിരക്കുകൾ കൂടുതൽ. പിന്നെ സാധാരണക്കാരന്റെ മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തി നോക്കാം. തൊഴിൽ കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താനുള്ള വെപ്രാളം, സുരക്ഷിതമായ റോഡുകൾ ഇല്ലാതിരിക്കൽ, അശ്രദ്ധമായ വാഹനമോടിക്കൽ, അമിത വേഗത, ഇതൊക്കെ അപകടത്തിലേക്ക് എത്തിക്കുന്നു. സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 2025 ആകെ 50,000-ഓളം വരുന്ന അപകടങ്ങളിൽ 10,500 എണ്ണവും വൈകുന്നേരം 6 മുതൽ 9 വരെയുള്ള സമയത്താണ്. അതിൽ തന്നെ പകുതിയിൽ കൂടുതൽ ആളുകൾ മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രാഫിക് സിഗ്നലോ പോലീസ് നിയന്ത്രണമോ ഇല്ലാത്ത കവലകളിലും ഗ്രാമീണ റോഡുകളിലുമാണ് അപകടങ്ങൾ ഏറ്റവും കൂടുതൽ. ആകെ നടക്കുന്ന അപകടങ്ങളിൽ പകുതിയിൽ കൂടുതൽ ബൈക്ക് അപകടങ്ങളാണ്. ബാക്കി വരുന്ന 50%-ൽ 25%-വും പകുതിയോളം കാൽനടക്കാരാണ് അപകടങ്ങളിൽ പെടുന്നത്. ഇതൊക്കെ അശ്രദ്ധമായ ഡ്രൈവിങ്ങും അമിത വേഗതയും കാരണമാണ്. അശ്രദ്ധമായ ഡ്രൈവിംഗ്, ശരിയായ ട്രാഫിക് നിയമങ്ങളുടെ അവബോധമില്ലായ്മ, എതിരെ വരുന്ന വാഹനങ്ങളുടെ ലൈറ്റുകളുടെ അതിപ്രസരം, ഇതൊക്കെ അപകടങ്ങൾക്ക് കാരണമാകുന്നു. എന്നാൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാലും ഇതൊന്നും ശ്രദ്ധിക്കാത്തവരായി നമ്മൾ മാറുന്നു. അറിയണം, വീണ്ടും ഒരിക്കൽ കൂടി പറയട്ടെ, ഒരാളിന്റെ മരണം നഷ്ടപ്പെടുത്തുന്നത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഡ്രൈവിംഗ് സംസ്കാരം ഉണ്ടാകണം. നമ്മൾ അപകടത്തിൽപ്പെടാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ കാരണം മറ്റൊരാളിന്റെ ജീവൻ പൊലിയാതിരിക്കുക എന്നതും പ്രധാനമാണ്. ഈ അപകടങ്ങളിൽ 10%-ഓളം കുട്ടികളുടെ ഡ്രൈവിംഗ് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ലൈസൻസ് ഇല്ലാതെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വാഹനം ഓടിക്കുന്നത്, തിരക്കിലൂടെ അമിത വേഗതയിൽ ഓടിക്കുന്നതൊക്കെ വലിയ പ്രശ്നങ്ങളാകുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ വാഹനങ്ങൾ തിരിച്ചു കിട്ടാത്ത വിധം കണ്ടുകെട്ടണം. അങ്ങനെ ഒരു നിയമം നടപ്പിലാക്കിയാൽ മാത്രമേ ഈ രീതിയിലുള്ള അപകടങ്ങൾക്ക് അവസാനമുണ്ടാകൂ. അതുപോലെ തന്നെ മദ്യപിച്ചുള്ള വാഹനം ഓടിക്കൽ, തീർച്ചയായും അങ്ങനെയുള്ള വാഹനങ്ങളും കണ്ടുകെട്ടിയാൽ ഒരു പരിധിവരെ ഇത്തരം ഡ്രൈവിങ്ങുകൾ കുറയ്ക്കാൻ കഴിയും, അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയും.